ഹലോ, വെൽക്കം ബാക്ക് ടു വാരിയസ് വേൾഡ്. ഓക്കെ, അപ്പം നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഇന്നൊരു ലോങ് വീഡിയോ ഇടുന്നത്. ഏകദേശം ഒരാഴ്ച 2 ആഴ്ച ആയെന്ന് തോന്നുന്നു ലോങ് വീഡിയോ ഇട്ടിട്ട്. കൂടുതലും ഇപ്പം ഞാൻ ഷോർട്സ് ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ലോങ് വീഡിയോ ഇടാത്ത എന്താണെന്ന് കുറേ പേര് എന്നോട് വാട്സപ്പിലൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളുടെ ഒരു ഹോം ടൂർ, അതായത് കൊല്ലത്ത് എൻ്റെ വീട്ടിലാണ് ഇപ്പം ഞാനുള്ളത്. അപ്പോൾ ഇവിടുത്തെ വീട്ടിൻ്റെ ഒരു ചെറിയ ഹോം ടൂർ വീഡിയോയും പിന്നെ കുറച്ച് ക്ലീനിങ് വീഡിയോയും പിന്നെ എൻ്റെ അമ്മ അവിടെ എല്ലാം അടുക്കി പറക്കിയെല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരിക. തമ്പുരു എൻ്റെ കൂടെ ഫസ്റ്റ് ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇന്നലെ ഞാൻ വീഡിയോ എടുത്ത് ഇന്നാണ് ഇൻട്രോ എടുക്കുന്നത്. അപ്പം ആദ്യം ഇൻട്രോ എടുത്തത് ശരിയായില്ല. അവൾ എൻ്റെ കൂടെ വന്നിരിക്കുകയും പിന്നെ ദേവനും വന്ന് ബഹളം ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ രണ്ടാമത് ഞാൻ എടുക്കുന്ന ഇൻട്രോ ആണ് ഇത്. അപ്പോൾ ഇനി ഇത് ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവൾ കാണുമ്പോൾ എന്നോട് ചോദിക്കും, അമ്മ എന്നെ കൊണ്ടെടുത്തിട്ട് എന്താ പോസ്റ്റ് ചെയ്യാനെന്ന് ചോദിക്കും കേട്ടോ. അത് ശരിയായില്ല. കാരണം അവൾ കിടന്ന് ഒച്ച വെക്കുന്നതിൻ്റെയും പിന്നെ അവളിരുന്ന് എന്താണ് ഈ വീഡിയോ എന്നുള്ളത് ആദ്യം മുതൽ അവസാനം വരെ അവൾ ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തിട്ടൊന്നും ശരിയാവുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഹലോ, ഇന്നപ്പത് രാവിലെ ആയപ്പോഴത്തേക്ക് അമ്മ ഇന്ന് കുറച്ച് പാത്രങ്ങളൊക്കെ വെച്ചിരിക്കുന്ന എല്ലാം ഒന്ന് അടുക്കി പറക്കി വെക്കണമെന്ന് പറഞ്ഞ്. അപ്പം സാധാരണ അമ്മ ഇവിടെ എപ്പോഴും അടുക്കി പറക്കിയൊക്കെ വെക്കുന്നുണ്ട്, ഓൾറെഡി നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. എങ്കിലും ഈ പാത്രം ഒന്നും അധികമായിട്ട് ഉപയോഗിക്കാത്ത പാത്രങ്ങളാണ്. അപ്പം അവിടുത്തെ പേപ്പറൊക്കെ ഒന്ന് മാറണം, പിന്നെ എല്ലാം ഒന്ന് തുടച്ച് പറക്കിയൊക്കെ വെക്കണമെന്ന് പറഞ്ഞു. ജോലിക്ക് എന്നും പോകുന്നത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇവിടെ അധികം അങ്ങനെ വൃത്തിയാക്കാനായിട്ടുള്ള സമയം കിട്ടുന്നില്ല. പിന്നെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലല്ലേ എപ്പോഴും വൃത്തിയാക്കി അടുക്കി പറക്കിയൊക്കെ വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്ന് ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി അടുക്കി പറക്കി വെക്കുന്നതും പിന്നെ നമ്മുടെ ഒരു ഹോം ടൂർ വീഡിയോയുമാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോ നമുക്ക് ഇതിപ്പോ ദാണ്ട് ഇവിടെ എല്ലാം അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. ലാസ്റ്റ് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ നല്ലപോലെ കാണിക്കാം കേട്ടോ. അപ്പൊ അമ്മ ആദ്യമേ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ വെക്കുന്ന സെൽഫിൽ അവിടുത്തെ പേപ്പറൊക്കെ മാറ്റിയിട്ട് കുറച്ച് ഗ്ലാസ് ഒക്കെ ഉണ്ട്, അവിടെ കൂടുതലും ഗ്ലാസ്സാണ് വെക്കുന്നത്. അപ്പൊ അതെല്ലാം ഒന്ന് എല്ലാം തുടച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ എടുത്ത് അടുക്കിയാൽ മതിയായിരുന്നു. എല്ലാം തുടച്ചൊന്ന് അടുക്കി പറക്കി വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അമ്മേനെ ഇറക്കിയിട്ട് ഒരു ചെറിയ സ്റ്റൂളിനകത്ത് കയറിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ അമ്മേനെ ഇറക്കിയിട്ട് ഞാൻ കയറിയിട്ട് ഞാൻ പറഞ്ഞു, അമ്മ അത് ഞാൻ വെക്കാന്ന്. അങ്ങനെ ഞാൻ എല്ലാ ഗ്ലാസ്സും എടുത്ത് വെക്കുകയാണ്. അപ്പോ ഒരു ഭംഗിയൊക്കെ വേണ്ടേ വെക്കാനായിട്ട്. അപ്പൊ ഞാൻ ഒരേപോലത്തെ ഗ്ലാസ് എല്ലാം കൂടെ ആദ്യമേ ഫ്രണ്ടിലോട്ട് പറക്കി എല്ലാം വെക്കുമായിരുന്നു. അപ്പൊ അതേ ഉള്ളായിരുന്നു കേട്ടോ എനിക്കുള്ള പണി. പിന്നെ അമ്മ പറഞ്ഞു, നിനക്ക് അറിയത്തില്ല എവിടെയൊക്കെയാ വെക്കണ്ടേന്ന്, അമ്മയ്ക്ക് എടുക്കാൻ പാകത്തിനെല്ലാം വെക്കണമല്ലോ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പാത്രവും ഗ്ലാസ്സും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു വീട്ടിൽ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റിയതിനൊക്കെ കൂടുതലെല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ അമ്മ ഈ ജോലിക്ക് ഇറങ്ങിയ ശേഷമാണ് കേട്ടോ കൂടുതൽ പാത്രങ്ങൾ ഇങ്ങനെ മേടിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങള് അച്ഛനായാലും ഒക്കെ ചോദിക്കും, എന്തിനാടി ഇത്രയും പാത്രം നീ മേടിച്ചു വെക്കുന്നതെന്ന് ചോദിക്കുമ്പോ പറയും, എന്റെ മക്കൾക്ക് കൊടുക്കാമല്ലോ, എന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാല് ഞാൻ നാളെ ഇല്ലെങ്കിലും എന്റെ മക്കൾക്കുള്ളതാ ഇതൊക്കെയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെക്കുക. പാത്രങ്ങൾ മാത്രമല്ല കേട്ടോ, എല്ലാ സാരി ആണെങ്കിലും എന്ത് സാധനം ആണെങ്കിലും അമ്മ ഇങ്ങനെ പറയും, എന്റെ മക്കൾക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെക്കും കേട്ടോ. അപ്പൊ കുറെ ക്ലാസ്സുകൾ കുറെയൊക്കെ ഗിഫ്റ്റ് കിട്ടിയതും പിന്നെ വാങ്ങുന്നതും ഒക്കെയാണ്. ആകെ ഒരു 2 പേരേ ഉള്ളൂ ഇവിടെ, എനിക്ക് ഇത്രയും ആവശ്യമില്ല. പിന്നെ ഒരു ഭംഗിയാണ്. ലാസ്റ്റ് എല്ലാം അടുക്കി പറക്കിയെല്ലാം വന്നപ്പോഴാണ്ട് ഇത്രയും പാത്രങ്ങൾ ഇവിടെ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുറച്ച് ചോറ്റുപാത്രങ്ങളും തൂക്കുപാത്രങ്ങളും അങ്ങനെയുള്ളതുണ്ട്. മുകളിൽ കുറച്ച് കാസ്ട്രോളും പിന്നെ നമ്മൾ ഈ കറിയൊക്കെ എടുക്കുന്ന പാത്രങ്ങളൊക്കെ ഇല്ലേ, അതുമൊക്കെയാണ് വെച്ചിരിക്കുന്നത്. താഴെ പിന്നെ അരി ഇടുന്നതും മാവിടുന്നതുമായ കുറെ ബക്കറ്റൊക്കെ. അങ്ങനെ അടുക്കളയൊക്കെ ഓൾമോസ്റ്റ് നല്ല നീറ്റായിട്ട് അമ്മ രാവിലെ വെക്കും. രാവിലെ എഴുന്നേറ്റ് ചോറും കറിയും എല്ലാം അമ്മ ആക്കും, കാപ്പി എല്ലാം ആക്കും. അപ്പം 9 മണിയൊക്കെ ആകുമ്പോൾ അമ്മയെ അതിന്റെ പരിപാടിയൊക്കെ കഴിയും. അപ്പൊ അവിടെ എല്ലാം ഓൾറെഡി ക്ലീൻ ആയി കിടക്കുകയാണ്. ആകെ ആ സെൽഫും പിന്നെ മുകളിലുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് പൊടി തൂത്ത് വെക്കുക എന്നുള്ള പരിപാടി ഉള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ തൂത്തുവാരലും ബെഡ് വിരിക്കലും അങ്ങനെയുള്ള ഡെയിലി റൂട്ടീൻസ് ഒക്കെയാണ് കേട്ടോ ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ബെഡ് വിരിക്കാന്ന് വെച്ചു, ഞാൻ എക്സ്പെർട്ട് ആണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ വിരിക്കാന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, ശരി നീ വിരിക്കും ഞാൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞു. ഇവിടെ വരുമ്പോൾ എന്റെ ക്യാമറമാൻ അമ്മയാണല്ലോ. ഓക്കെ, അപ്പം ബെഡൊക്കെ ഒന്ന് വിരിച്ചു. ഞങ്ങൾ ഇവിടെയാണ് കേട്ടോ കിടക്കുന്നത്. സാധാരണ ഞങ്ങൾ അപ്പുറത്താണ് കിടക്കുന്നത്. ഏട്ടൻ ഞങ്ങൾ എല്ലാവരും കൂടെ വരുമ്പോ ഇവിടെ അമ്മയും അച്ഛനും കൊച്ചും ഒക്കെ വരുമ്പോഴത്തേക്ക് കിടക്കുന്നതാണ്. ഇപ്പൊ പിന്നെ ഏട്ടൻ ഇല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങള് അമ്മ പിന്നെ കട്ടിലേ കിടക്കാറില്ല, അമ്മ താഴേ കിടക്കത്തുള്ളൂ. അച്ഛനപ്പോ അപ്പുറത്തെ മുറി കിടക്കും. ഞാനും പിള്ളേരും കൂടെ ഈ 2 കട്ടിലേലും മാറിയും തിരിഞ്ഞൊക്കെ കിടക്കും.
അപ്പൊ ബെഡൊക്കെ വിരിച്ചു. പിന്നെ ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ചിലന്തി വലയൊക്കെ കുറെ ഇരിപ്പുണ്ടായിരുന്നു, കുറെ പൊക്കമുണ്ടേ. അപ്പൊ അമ്മയ്ക്ക് കസേര ഇട്ട് കയറി നിന്ന് ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ലായിരുന്നു. അപ്പൊ ഞാനുണ്ടല്ലോ, അപ്പൊ ഞാൻ പറഞ്ഞ അമ്മ ഇന്ന് ചെയ്യാന്ന് കരുതി. ഇന്ന് മൊത്തവും ഞങ്ങൾ അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. കുറെ പൊടിയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഫാനിലൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് പൊടിയൊക്കെ തൂത്ത് എല്ലാം കളഞ്ഞു. കാരണം നമ്മള് എന്നും ജോലിക്ക് പോകുന്ന ഒരാളുള്ള വീടൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ വീടും കാര്യങ്ങളും പരിസരങ്ങളും ഒക്കെ ഒന്ന് വൃത്തിയാക്കാനൊക്കെ പാടായിരിക്കും. പാടല്ല, സമയം കാണത്തില്ല. അമ്മയ്ക്ക് ഞായറാഴ്ചയും ഉണ്ട്. അപ്പം ഞായറാഴ്ച ആണെങ്കിൽ വീട്ടിൽ നിൽക്കുവാണെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇതെന്തെങ്കിലും പനി വരുമ്പോഴോ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ മാത്രമേ ലീവ് എടുക്കാറുള്ളൂ. അപ്പൊ കഴിവതും അങ്ങനെ നമുക്കൊന്ന് നല്ലപോലെ അടുക്കി പറക്കി വെക്കാൻ സമയം കിട്ടില്ല. എങ്കിലും അമ്മ നീറ്റായിട്ട് തന്നെ കേട്ടോ വീടൊക്കെ നോക്കുന്നത്. പിന്നെ ആ പൊടിയെല്ലാം നമ്മൾ ഫാനിലെയും മറാലയൊക്കെ പൊടിയാണ്, അതെല്ലാം അമ്മ തൂത്ത് കളയാണ്. അപ്പൊ ഇത്രയും പൊടി ആ റൂമിലെ മേളിലത്തെ ഷെയ്ഡൊക്കെ ഉണ്ടല്ലോ അവിടെ നിന്നെല്ലാം ഞങ്ങൾ തൂത്തിറക്കി. കാരണം അതിന്റെ മണ്ടലൊക്കെ കയറണമെങ്കിൽ ഒന്നേ അച്ഛൻ വേണം. പിന്നെ തൂത്ത് ഇത് നമ്മുടെ വർക്ക് ഏരിയ ആണ്, അവിടെ കൊണ്ട് തൂത്തൊക്കെ ഇട്ട്. ഇത് അധികം നമ്മൾ ഇവിടെ അങ്ങനെ യൂസ് ചെയ്യാറില്ല, കാരണം അകത്ത് അവർ രണ്ടരല്ലേ ഉള്ളൂ. അകത്ത് ഗ്യാസിൽ തന്നെ എല്ലാം വെക്കുന്നത്, അടുപ്പിൽ അങ്ങനെ വലിയ പണിയൊന്നുമില്ല. അപ്പോ എല്ലാം തൂത്തൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നമ്മുടെ വീടൊക്കെ ഒന്ന് കാണിക്കാന്ന് വെച്ചു. ഇവിടുത്തെ വീട് അങ്ങനെ ആദ്യം കണ്ടിട്ടില്ലല്ലോ, ആരും അങ്ങനെ കാണുന്നില്ലല്ലോ. അപ്പോ ഞാൻ കോട്ടയത്തെ വീടിൻ്റെത് ചെയ്തിട്ടുണ്ട് നേരത്തെ. അപ്പൊ ഇവിടുത്തെ വീടിന്റെയും കൂടെ ചെയ്യാന്ന് വെച്ചു. ഇതാണ് നമ്മളിപ്പോ താമസിക്കുന്ന വീട്. അപ്പൊ ഇത് നമ്മുടെ ഫ്രണ്ട് സിറ്റ് ഔട്ടാണ്. ഇവിടെയാണ് നമ്മൾ വിളക്ക് കത്തിക്കുന്നത്. നേരം നമ്മൾ വിളക്ക് കത്തിക്കാറാകുമ്പോഴത്തേക്ക് വിളക്ക് കത്തിച്ച് വാതപ്പടി കൊണ്ടുവയ്ക്കും. അത് കഴിയുമ്പോഴത്തേക്ക് വിളക്കെടുത്ത് ഇങ്ങോട്ട് വയ്ക്കും. പിന്നെ അച്ഛന്റെ കുറെ ചെടികളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു പാത്രത്തിലൊക്കെ ആക്കിയ ചെയ്യുന്ന വെക്കുന്നത്, എവിടുന്നെങ്കിലും ഒക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ആക്കി വെക്കും. പിന്നെ ഇത് നേരെ നമ്മൾ ഹോളിലേക്കാണ് കേട്ടോ വരുന്നത്. അവിടെ ഒരു ഡൈനിങ് ടേബിളും ഒരു ദിവാങ്കോട്ടും പിന്നെ ടി വി സ്റ്റാൻഡ് പിന്നെ കുറച്ച് കസേരയൊക്കെ ഉണ്ട്. ഇത് അവിടെ അമ്മയുടെ കടയിൽ നിന്ന് വാങ്ങി. അമ്മ ഒരു ഹോൾസെയിൽ കടയിലാട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ സാധനങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അമ്മ മേടിക്കും. അങ്ങനെ കൊച്ചുവിന്റെ കല്യാണ സമയത്ത് എന്തോ മറ്റോ മേടിച്ചാണ് ആ സ്റ്റൂള് കേട്ടോ, 3 അപ്പൊ ഇതാ ഇവിടെ ടി വി സ്റ്റാൻഡും പിന്നെ അച്ഛൻ ഒരു പെയിന്റർ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ പലതരം പെയിന്റിങ്ങുകൾ കാണുമല്ലോ. അതുകൊണ്ട് എപ്പോഴും ഞങ്ങളുടെ വീടിന് ഒതിന്റെ നിറം എന്ന് വേണമെങ്കിൽ പറയാം, ഇങ്ങനെ എപ്പോഴും നിറം മാറിക്കൊണ്ടിരിക്കും. ഇന്ന് കാണുന്ന പെയിന്റ് ആയിരിക്കത്തില്ല നാളെ കാണുന്നത്. പെയിന്റ് എന്തെങ്കിലും അധികം ഉണ്ടെങ്കിൽ അച്ഛൻ ഇങ്ങനെ ഇവിടെ എല്ലാം അടിച്ചു വൃത്തിയാക്കിയിട്ടും കേട്ടോ. അപ്പൊ ഇവിടെ ഇതാണ് ഫ്രണ്ട്. പിന്നെ ഇവിടെ കുറച്ച് നമ്മളുടെ ഷോക്കേഴ്സും കാര്യങ്ങളും അതിൽ കുറച്ച് ഷോപ്പീസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ വരുമ്പോ കിടക്കുന്ന മുറി. ഇവിടെ 2 കട്ടിലാണുള്ളത്. അമ്മുമ്മ ഈ ഇടയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അമ്മുമ്മയും കൂടെ ഉള്ളതുകൊണ്ട് ഒരു കട്ടിലും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടതാണ്. ഇപ്പൊ അമ്മുമ്മ ഇല്ല, മാമന്റെ വീട്ടിൽ പോയി, അവിടെയാണ് ഇപ്പം. അപ്പോ ഇത് അച്ഛന്റെയും അമ്മയുടെയും കൊച്ചുവിന്റെ ഒക്കെ മുറിയാണ്. കൊച്ചു വരുമ്പോ ഇവിടെ കിടക്കും. പിന്നെ ഇവിടെ 2 കട്ടിലുണ്ട്. ഇപ്പൊ ഏട്ടനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. 2 കട്ടിലും പിന്നെ അലമാരയും പിന്നെ അമ്മയുടെ അച്ഛന്റെ അത്യാവശ്യം തുണികളൊക്കെയാണ് ഈ മുറിയിലുള്ളത്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ക്ലീനിങ് വീഡിയോയിൽ ഇട്ടായിരുന്നു അവിടെയൊക്കെ അടുക്കി പറക്കുക. അതുകൊണ്ട് ഞാൻ അവിടെ ഒന്നും ജസ്റ്റ് ഒന്ന് കാണിക്കുന്നില്ല, റൂമൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ അവിടെ എല്ലാം ഓക്കെ വൃത്തിയാക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടുക്കളയിലേക്കാണ് പോകുന്നത്. അടുക്കള എന്ന് പറഞ്ഞൊരു കുഞ്ഞടുക്കള കേട്ടോ, കുറെ പാത്രങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു അടുക്കള. ഒത്തിരി. പിന്നെ ഇവിടെ അച്ഛനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഫുള്ള് ഗ്യാസിലായിരിക്കും വെക്കുന്നത്. വെള്ളം എന്തെങ്കിലും തിളപ്പിക്കണമെങ്കിൽ മാത്രമേ അമ്മ വർക്ക് ഏരിയയിൽ പുറത്തിട്ട് വെക്കത്തുള്ളൂ. പിന്നെ പുറത്ത് മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വർക്ക് ഏരിയയിലോട്ട് അമ്മ തുണിയെല്ലാം പറക്കിയിടുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ കുഞ്ഞടുക്കള. ഇനിയുള്ളത് വർക്ക് ഏരിയയും കൂടെ ഉണ്ട്, അതും കൂടെ ലാസ്റ്റ് കാണിക്കാവേ. അവിടെ കുറച്ച് പഴയ സാധനങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്, വലിയ കാര്യത്തിലായിട്ടൊന്നും ഇല്ല അവിടെ കാണിക്കാനായിട്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീടിന്റെ വീഡിയോ ഒക്കെ.